ഇന്ത്യയിൽ അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അരി കഴിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ഒരു ശരാശരി ഇന്ത്യൻ ഒരു ദിവസം 1 മുതൽ 2 കപ്പ് വരെ അരി കഴിക്കുന്നു. ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം അരിഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവരിലും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, അഥവാ കുടവയറോ എക്സസീവ് വെയിറ്റോ കാര്യങ്ങളോ ഉണ്ടാവും. ഇതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ അമിതമായി അരിഭക്ഷണം കഴിക്കുമ്പോൾ കാലറീസ് ഇൻടേക്കും കൂടും. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായി ഫാറ്റായി സ്റ്റോർ ആവും. ഈ എക്സസീവ് ഫാറ്റാണ് ബേസിക്കലി വെയിറ്റ് ഗെയിൻ റീസൺ. അതായത് കാലറീസ് ഓവർലോഡാവും. അരിയിൽ എസ്പെഷ്യലി വൈറ്റ് റൈസിൽ ഒരുപാട് കാലറീസും പക്ഷേ ലോ പ്രോട്ടീനും ഫൈബറുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് റീസൺ ആകും. കാരണം ഇത് ലോ പ്രോട്ടീനുമാണ്, ലോ ഫൈബറുമാണ്, എന്നാൽ ഒരുപാട് കാലറീസുമുണ്ട്. സോ ഇത് ഒബ്വിയസ്ലി വെയിറ്റ് ഗെയിൻ റീസൺ ആകുന്നു. അരിയിൽ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന ഷുഗറുമുണ്ട്. ഒരുപാട് റൈസ് ബേസ്ഡ് ഡിഷസ്, എസ്പെഷ്യലി ഫ്രൈഡ് റൈസോ റൈസ് കേക്ക്സോ അല്ലെങ്കിൽ ഷുഗറി ടോപ്പിങ്സോ ഇവയിലൊക്കെ ഒരുപാട് ഷുഗേഴ്സ് ഉണ്ട്. നമുക്ക് നേരിട്ട് കണ്ണിൽ കാണുന്നില്ലെങ്കിലും ഇത് ഇൻടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ റിസ്ക് ആകുന്നു. ഇനി ഓവറായിട്ട് അരിഭക്ഷണം കഴിച്ചാലോ നമ്മൾ ഒരുപാട് സ്ലഗിഷ് ആകും, നമുക്ക് ടയേർഡ് തോന്നും, ബ്ലഡ് ഷുഗർ അങ്ങോട്ട് ക്രാഷ് ആകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ, മോട്ടിവേഷനൊക്കെ പോകും, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊന്നും ഇല്ലാണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാകുന്നു. ഇൻക്രീസസ് ബ്ലഡ് ഷുഗർ ലെവൽ. നമ്മളുടെ ബോഡി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട് ചിന്തിക്കും. അപ്പോൾ ഇതിൽ ഷുഗർ ലെവൽ ഒരു റോളർ കോസ്റ്ററായിട്ട് നിങ്ങൾ ചിന്തിക്കും. ഈ അരിഭക്ഷണം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ള ഒരു കയറ്റമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മുടെ റോളർ കോസ്റ്റർ കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അരി ഒരു കയറ്റാണെന്ന് വിചാരിക്കാം. അതായത് അരിഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ഈ റോളർ കോസ്റ്റർ കാർ എന്ന് പറയുന്ന ബ്ലഡ് ഷുഗർ ഉണ്ടല്ലോ, അതിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും. ഇനി നമ്മുടെ ഷുഗർ ഇങ്ങനെ കയറുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷുഗർ കയറുമ്പോൾ അതിൽ പാൻക്രിയാസിൻ്റെ വർക്കും കൂടും. പാൻക്രിയാസ് അഥവാ കണ്ടക്ടർ ഓഫ് നമ്മളുടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കണ്ടക്ടർ എന്ന് വിളിക്കാം. ഇതെന്ത് ചെയ്യും? ഇൻസുലിൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഷുഗറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ പാൻക്രിയാസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇൻസുലിൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആവർത്തനമായിട്ട് ഇങ്ങനെ ഷുഗർ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പാൻക്രിയാസിന് ഓവർ വർക്ക് വരും. ഓവർ വർക്ക് വരുമ്പോൾ നമ്മളെപ്പോലെ തന്നെ അതിനും ടയേർഡാവും, സ്ട്രഗിളാവും. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നു. ആൻഡ് പൊട്ടൻഷ്യലി നിങ്ങളൊരു ടൈപ്പ് 2 ഡയബറ്റിക് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനർജി ക്രാഷ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഈ ഷുഗർ ലെവൽ ഇങ്ങനെ കൂടിയിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ റോളർ കോസ്റ്റർ അടിയിലേക്ക് പോകുന്ന പോലെ തന്നെ ഇത് നമ്മളെ ഒരുപാട് ഡ്രെയിൻ ആക്കുന്നു, ഫറ്റീഗ് ആക്കുന്നു, കൂടുതൽ ഭക്ഷണത്തിനുള്ള ക്രേവിങ്സ് വരുന്നു. പഞ്ചസാരമുള്ള ഭക്ഷണങ്ങളും മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് വരും. ഇതും അമിതമായ അരിഭക്ഷണം കഴിക്കുന്നവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഈ സിറ്റുവേഷൻ തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിനെ ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കേണ്ടി വരും. അതായത് ക്രോണിക് ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ഹാർട്ട് ഡിസീസോ ആർത്തൈറ്റിസോ അൾഷിമേഴ്സ് വരെ കോസ് ചെയ്യാനുള്ള ഒരു റീസണായി മാറും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. അമിതമായി അരിഭക്ഷണം കഴിക്കുന്നവരിൽ മറ്റു ചില ന്യൂട്രീഷണൽ ഫുഡ്സ്, അതായത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ പ്രോട്ടീൻ റിച്ച് സോഴ്സസ് ആയ ഫുഡ്സൊക്കെ കുറവായിരിക്കാം കഴിക്കുന്നത്. ഇത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നു. എസ്പെഷ്യലി വൈറ്റമിൻ എ, B12, D, അയൺ, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ബ്രൗൺ റൈസിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ അത് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനും ബ്ലോട്ടിങ്ങിനും ഗ്യാസിനും റീസൺ ആകുന്നു. ഫൈബർ ഓവർലോഡ് ആകുന്നു. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് അൺകംഫർട്ടബിൾനെസ്, വയറ്റിൽ ബ്ലോട്ടിങ്ങോ ഗ്യാസോ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കായി അരിഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾ കഴിക്കുന്ന അരി ഭക്ഷണത്തിൻ്റെ അളവിലോ അഥവാ അമിതമായി അരിഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുവാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ വിത്ത് നോയ്റ്റ് ഹെൽത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രാവൽ. ഇവയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം നോയ്റ്റ്.